നമസ്കാരം. ന്യൂസ് മാസ്റ്റർ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുവാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം, സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലത്ത് എല്ലാ മാസവും കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരിന് അവരുടെ പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. 62 ലക്ഷത്തോളം ആളുകൾക്കാണ് സംസ്ഥാന സർക്കാർ 1600 രൂപ വീതം എല്ലാ മാസവും നൽകേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ 6 മാസത്തോളം പെൻഷൻ കുടിശ്ശികയാകുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായിരുന്നു. എന്നാൽ പിന്നീടത് മദ്യത്തിനും അതോടൊപ്പം തന്നെ ഇന്ധനത്തിനുമൊക്കെ ഏർപ്പെടുത്തിയ അധിക സെസ്സിൻ്റെ വരുമാനം ഉപയോഗിച്ച് കൃത്യമായി തന്നെ ഇപ്പോൾ എല്ലാ മാസവും സംസ്ഥാന സർക്കാരിന് വിതരണം ചെയ്യുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും 1600 രൂപ ഇപ്പോൾ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുമൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയിൽ നിന്നും 3 ഘട്ടങ്ങളിലായി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്ത് കുടിശ്ശിക തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 ഗഡു പെൻഷനാണ് വിതരണം ചെയ്യുവാനുള്ളത്, അതായത് മുടങ്ങിക്കിടക്കുന്നത്. അതിൽ ഒരു ഗഡു പെൻഷൻ ഈ മാസം വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അത് മെയ് മാസത്തെ പെൻഷനോടൊപ്പം തന്നെ വിതരണം ചെയ്തുകൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ ഈ മാസത്തെ പെൻഷൻ വിതരണം നടപ്പാക്കാൻ പോകുന്നതെന്ന ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടി നമുക്ക് ലഭിക്കുന്നതോടുകൂടി 3200 രൂപയായിരിക്കും നമ്മളുടെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുവാൻ പോകുന്നത്. മൊത്തം ഇപ്പോൾ 4800 രൂപയാണ് പെൻഷൻ കുടിശ്ശികയുള്ളത്. ഇതിൽ നിന്ന് ഒരു ഗഡു പെൻഷനാണ് ഈ മാസം സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത്, അതായത് കുടിശ്ശിക പെൻഷനാണ് വിതരണം ചെയ്യുന്നത്. പിന്നീട് 3200 രൂപയായിരിക്കും സംസ്ഥാനത്ത് കുടിശ്ശികയായിട്ടുള്ളത്. അത് ഓണത്തോടനുബന്ധിച്ചും പിന്നീട്, അതായത് ഈ സാമ്പത്തിക വർഷം 2 ഗഡുക്കളായി വിതരണം ചെയ്തുകൊണ്ടായിരിക്കും സംസ്ഥാനത്തെ പെൻഷൻ കുടിശ്ശിക തീർക്കുവാൻ പോകുന്നത്. എന്ത് തന്നെയായാലും ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനായി ഇപ്പോൾ 1800 കോടി രൂപയോളം ഇപ്പോൾ കടമെടുക്കാൻ പോകുന്നുവെന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു തുക ഉപയോഗിച്ചുകൊണ്ടായിരിക്കും സംസ്ഥാനത്ത് ഈ മാസം 2 ഗഡു പെൻഷൻ വിതരണം ചെയ്യുകയും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാൻ പോവുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ പെൻഷൻ വിതരണം സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു അറിയിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക്